പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിച്ചേക്കുമെന്ന സൂചന. റാന്നി സീറ്റിലും അബിന്റെ പേര് ചർച്ചകളിലുണ്ട്. റാന്നിയിൽ മത്സരിക്കാൻ KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവും താൽപര്യം പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. PJ കുര്യൻ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജോ, പത്തനംതിട്ടയിലെ സീറ്റുകളിൽ എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്? ഷിജോ. ഡോക്ടർ ഉന്മേഷ്, പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്ലാമറസ് പോരാട്ടം നടക്കുന്ന നിയോജക മണ്ഡലമായിട്ട് നമുക്ക് ആറന്മുളയെ കാണാൻ കഴിയും. നിലവിൽ അവിടുന്ന് സിറ്റിംഗ് MLA ആയിട്ടുള്ള വീണ ജോർജ് തന്നെ ഇക്കുറിയും ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യം ഇന്നലെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞതാണ്. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആറന്മുളയിൽ ആര് വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൊണ്ടുപിടിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ആറന്മുളയിലേക്ക് UDFിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് അബിൻ വർക്കിയുടേതാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അബിൻ വർക്കിയുടെ പേര് ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക് സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആറന്മുളയിൽ അബിൻ വർക്കി സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അബിൻ വർക്കിയെ റാന്നിയിലേക്കും പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് മറ്റു പല ഘടകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റാന്നിയിലേക്കോ ആറന്മുളയിലേക്കോ അബിൻ വർക്കി സ്ഥാനാർത്ഥിയായി വരട്ടെ എന്നുള്ള വിലയിരുത്തലിലേക്ക് UDF നേതൃത്വം എത്തിയിട്ടുള്ളത്. ഇത് പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അന്തിമ ചിത്രം ഇത് അല്ലെങ്കിൽ അന്തിമ രൂപം നൽകിയിട്ടില്ല. മറ്റൊരു കാര്യം, റാന്നിയിലേക്ക് തന്നെ KPCC ജനറൽ സെക്രട്ടറിയും മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പഴകുളം മധുവിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ അബിൻ വർക്കി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായാൽ പഴകുളം മധു റാന്നിയിൽ സ്ഥാനാർത്ഥിയാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തിരുവല്ലയിൽ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 4 തവണയായിട്ട് UDFന് പച്ച പിടിക്കാൻ തിരുവല്ലയിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്കുറി കേരള കോൺഗ്രസിന് മറ്റൊരു സീറ്റ് നൽകിക്കൊണ്ട് തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാമെന്നുള്ള തരത്തിലൊക്കെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ PJ കുര്യൻ മത്സര രംഗത്തേക്ക് വരണമെന്നുള്ള ചില ആവശ്യങ്ങളൊക്കെയാണ് ചില ഭാഗങ്ങളിൽ ഉയർന്നു വരുന്നത്. പക്ഷേ PJ കുര്യൻ ഇത്തവണ മത്സരിക്കാനില്ല എന്നുള്ളൊരു താല്പര്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു അല്പം മടിയുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ PJ കുര്യൻ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. നിലവിൽ എന്തായാലും തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമൻ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. അപ്പോൾ അവിടെ വർഗീസ് മാമൻ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കോന്നിയിലേക്ക് വന്നാൽ കോന്നിയിൽ അടൂർ പ്രകാശിന് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അടൂർ പ്രകാശ് അല്ല എങ്കിൽ നിലവിൽ പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ സ്ഥാനാർത്ഥിയായേക്കും. എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് അബിൻ വർക്കി ആറന്മുളയിൽ UDFന് സ്ഥാനാർത്ഥിയായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.